എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ തുല്യ ത്രികോണങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതും കണ്ടതും എല്ലാം നമുക്ക് ചുരുക്കി പറയാം. ഒരു ത്രികോണത്തിന് 3 വശവും 3 കോണുകളുമാണുള്ളത്. 3 വശങ്ങൾ 3 കോണുകൾ അല്ലെ, അങ്ങനെ 6 അളവുകളാണ് ഉള്ളത്. 3 വശം 3 കോണുകൾ, 6 അളവുകളാണ് ഉള്ളത്. ഇവ തുല്യമായാൽ ഈ 2 ത്രികോണങ്ങളിൽ ഈ 6 അളവുകൾ തുല്യമായാൽ അവ കൃത്യമായി ചേർന്നിരിക്കുന്ന വിധത്തിൽ ഒന്നിനുമേൽ ഒന്നായി നമുക്ക് ചേർത്ത് വെക്കാം. മനസ്സിലായോ? അവ 3 വശങ്ങള് തുല്യമാണെങ്കിൽ, ഒരു ത്രികോണത്തിന്റെ 3 വശം മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമാണെങ്കിൽ, ഒരു ത്രികോണം എടുത്തിട്ട് മറ്റേ ത്രികോണത്തിന്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ അവ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതായി കാണാം. അപ്പൊ ഒരേപോലുള്ള 2 രൂപ നാണയം പലതരം വലിപ്പത്തിലും ആകൃതിയിലുമുണ്ട്. പക്ഷെ ഒരേ ആകൃതിയും ഒരേ വലിപ്പവുമുള്ള 2 രൂപ നാണയങ്ങൾ അല്ലെങ്കിൽ 5 രൂപ നാണയങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതായി കാണാം. അപ്പം ഇവിടെ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ പറയാ, അവ തുല്യമാണ്, അവ തുല്യ ത്രികോണങ്ങൾ, ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് പറയുന്നു. 2 ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഈ 6 അളവുകൾ ഒത്തു നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും 3 അളവുകൾ ശരിയായാൽ ബാക്കി 3 അളവുകളും ശരിയായിക്കൊള്ളും. 6 അളവുകൾ ശരിയാണോ ഇല്ലയോ നോക്കേണ്ട കാര്യം ഇല്ല. ഒരു ത്രികോണത്തിൽ നമ്മള് പഠിച്ച കാര്യമാണ്. ഒരു ത്രികോണത്തില് 3 തരം സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിച്ച്, ഒരു ത്രികോണം 2 ത്രികോണങ്ങള് തുല്യമാകാൻ ഒരു ത്രികോണത്തിന്റെ 3 വശം മറ്റൊരു ത്രികോണത്തിന്റെ 3 വശം, അപ്പം ഇത് ഇവിടെ 3 സെന്റിമീറ്റർ യഥാർത്ഥ അളവല്ല, ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ എന്നിരിക്കട്ടെ, ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ. ഓക്കെ, 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 5. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ത്രികോണത്തെ എടുത്ത് ഇങ്ങനെ കറക്കി കൊണ്ടുവന്ന് വെക്കണം. ഈ 5ഉം ഈ 5ഉം ചേർന്നിരിക്കുന്ന രീതിയിൽ, ഈ 4ഉം ഈ 4ഉം ചേർന്നിരിക്കുന്ന രീതിയിൽ, ഈ 3ഉം ഈ 3ഉം ചേർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് കൊണ്ടുവയ്ക്കാൻ കഴിയും. അപ്പൊ ഈ 3 വശങ്ങളും തുല്യമായി ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ ആ കോണുകൾ എന്തായിരിക്കും? അവയും തുല്യമായിരിക്കും. അവയും ഒന്നിനോടൊന്ന് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച തത്വം. എന്താണ്? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ. ഇനി ഇപ്പം വേറെ രീതിയിൽ ഇത് വരയ്ക്കാം. ഇപ്പം ഇവിടെ 3ഉം 4ഉം ആണ് താഴെ എടുത്തെങ്കിൽ ഇവിടെ 5 വരയ്ക്കാം. 5 സെന്റിമീറ്റർ നീളത്തില് നമുക്ക് വരയ്ക്കാം. 3 തരത്തില് നമുക്ക് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇവിടെ 5 സെന്റിമീറ്റർ വരയ്ക്കാം. പിന്നെ ഇവിടെ 4 എടുത്തെങ്കിൽ ഇപ്പുറത്ത് 4 എടുക്കാം. ഇവിടെ 3 സെന്റിമീറ്റർ എടുക്കാം. ഈ 3 രീതിയിൽ വരച്ചാലും നമുക്ക് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവയ്ക്കാൻ കഴിയും. ഇതാണ് നമ്മൾ SSS, വശം വശം വശം, 3 വശങ്ങള് തുല്യമായിട്ടുള്ള നമ്മൾ പഠിച്ച തത്വം. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താണ്? ഒരു ത്രികോണത്തിന്റെ ഒരു വശവും ആ 2 വശത്തിലുള്ള കോണുകൾ, എന്താ ആ 2 വശത്തിലുള്ള കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ അതേപോലെ തന്നെയാണ്. ഇങ്ങോട്ട് വരയ്ക്കാം. വശത്തിനും കോണുകൾക്കും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണമാണ്. ഇപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ, ഇതേ അളവുകൾ തന്നെ ഏതാ, 4, 5. ഇവിടെ ഞാൻ 3 എടുക്കുന്നു. മനസ്സിലായോ? 2, ഇവിടെ 4 എടുക്കുന്നു, ഇവിടെ 5 എടുക്കുന്നു. ഈ ത്രികോണത്തെ എടുത്ത് നമുക്ക് എങ്ങനെയാ ഇതുപോലെ അതാ നോക്കിക്കേ കൊണ്ടുവന്നിട്ട് ഈ 3 ഇവിടെ വെക്കുക.
3 ഇങ്ങനെ വയ്ക്കുമ്പോൾ 4 ഇപ്പുറത്തായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അതേ രൂപത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഈ 2 കോണുകളും തുല്യം. ഒരേ നീളമുള്ള 2 വശങ്ങളാണ് 3 സെന്റിമീറ്റർ വീതമുള്ള. അവയിലുള്ള 2 കോണുകൾ തുല്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ഈ കോൺ എന്തായിരിക്കും? അത് തീർച്ചയായിട്ടും തുല്യമായിക്കൊള്ളൂ അല്ലേ? ഈ 2 കോണുകളും തുല്യമാണ്. അപ്പോൾ അതിന് തുല്യമായ വേറെ ആരുമില്ല അല്ലേ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിക്കൊള്ളും. ഇതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ തത്വം. കോൺ, വശം, കോൺ. ASA എന്ന തത്വം മുമ്പ് സിദ്ധാന്തം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ASA സിദ്ധാന്തം, SSS സിദ്ധാന്തം ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് നമ്മൾ അവസാനമായിട്ട് പഠിച്ചതാണ്. നമ്മൾ അവസാനമായി മൂന്നാമത് പഠിച്ച തത്വം ഇതാണ്. 2 വശങ്ങളും അവയുടെ ഉള്ളിലുള്ള കോൺ. 2 വശവും ഉള്ളിലുള്ള കോൺ. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഉള്ളിലുള്ള കോൺ 40 ഡിഗ്രി. വേറൊരു ത്രികോണം 3 രീതിയിൽ വരയ്ക്കാന്ന് പറഞ്ഞില്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. മനസ്സിലായി? ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 40. അപ്പൊ ഇതിനെ കൊണ്ടുവന്ന് കമത്തി ഇതിന്റെ പുറത്ത് വെച്ചാൽ മതി. നോക്കിക്കേ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കമത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ 40 ഇവിടെ വരും, 4 ഇവിടെ വരും, 3 3 തന്നെ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? SAS. 2 വശവും അവയുടെ ഉള്ളിലുള്ള കോണും. അപ്പൊ ഒരു ത്രികോണത്തിന്റെ 2 വശവും അവയുടെ ഉള്ളിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങളിലും അതിന്റെ ഉള്ളിലുള്ള കോണിനോടും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. ഈ 3 തത്വങ്ങളാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളാണ് നമ്മൾ പഠിച്ചത്. SSS, ASA, SAS. ഇവിടെ എല്ലാ 3 കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 3 കാര്യങ്ങളിലെ നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുള്ളൂ. 3 വശങ്ങൾ, 3 കോണുകൾ, 6 അളവുകൾ ഉണ്ടെങ്കിലും ഇവിടെ 3 അളവുകളിലാണ് കേന്ദ്രീകരിച്ചത്. ഇവിടെ 3 അളവുകൾ, ഇവിടെ 3 അളവ്. അതാണ് പറഞ്ഞത്, 2 ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ ഏതെങ്കിലും 3 അളവുകൾ തുല്യമാണെന്ന് പറഞ്ഞാൽ മതിയാവും. ബാക്കി 3 അളവുകൾ തുല്യമായിക്കൊള്ളും. നമ്മൾ ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുമ്പോൾ അവ തുല്യമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 3 ചിത്രങ്ങൾ നോക്കിക്കേ. ആദ്യത്തെ ചിത്രം നോക്കിക്കേ. 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഈ 2 വശങ്ങളും തുല്യം. രണ്ടാമത്തെ ചിത്രത്തിൽ 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. ഇത് രണ്ടും തുല്യം. മൂന്നാമത്തെ ചിത്രത്തില് 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. അപ്പൊ ഈ ത്രികോണങ്ങളിലെ 2 വശങ്ങൾക്ക് ഒരേ നീളമാണ്. ഈ 3 ത്രികോണങ്ങളിലും 2 വശങ്ങൾക്ക് ഒരേ നീളമാണ്. ഇത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ എന്താ പറയാ, സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെ ഐസോസലസ് ട്രയാങ്കിൾ. ഇംഗ്ലീഷില് ഐസോസലസ് ട്രയാങ്കിൾ. അപ്പൊ 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെയാണ് സമപാർശ്വം. പാർശ്വം എന്ന് പറഞ്ഞാൽ വശം. സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. സമപാർശ്വ ത്രികോണങ്ങൾ ഇംഗ്ലീഷില് ഐസോസലസ് ട്രയാങ്കിൾസ്. അപ്പം ഈ ചിത്രങ്ങളില് 2 വശങ്ങളുടെ നീളം തുല്യമാണ് അല്ലെ? ഇവിടെ 2 വശങ്ങൾ തുല്യം, ഇവിടെയും 2 വശം തുല്യം, ഇവിടെയും 2 വശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇവയുടെ കോണുകൾ എന്തായിരിക്കും? അപ്പം ഇതിലെ ഇടതും വലതും കോണുകൾ നോക്കിക്കേ. ഇത് 2 വശവും തുല്യമാണ്. അതിന്റെ ഇടത്തെ കോണും വലത്തെ കോണും എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? അത് തോന്നണമെങ്കിൽ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലൊരു ത്രികോണം കടലാസിൽ വെട്ടിയെടുത്തിട്ട് ഇതിന്റെ പുറത്ത് കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ 2 കോണുകളും തുല്യമാണെന്ന് മനസ്സിലാവും. എന്താണ്? തുല്യമാണ്. ഇത് 20 ആണെങ്കിൽ ഇത് 20, 30 ആണെങ്കിൽ ഇത് 30, 40 ആണെങ്കിൽ ഇത് 40. അപ്പം ഈ ത്രികോണം കടലാസിൽ വെട്ടിയെടുത്ത് അത് ഇതിന്റെ പുറത്ത് ഇതേ അളവ് തന്നെ ആയിരിക്കാം പുറത്ത്,
ചേർത്ത് വെക്കുമ്പോൾ ഈ രണ്ട് കോണുകളും തുല്യ കോണുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു വസ്തുത മനസ്സിലായില്ലേ? എന്താണ്? രണ്ട്, അതുപോലെ തന്നെ ഈ ചിത്രത്തിലും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് കാണാൻ കഴിയും. ഈ രണ്ട് കോണുകൾ, ഈ തുല്യമായ വശങ്ങളുടെ ഇടതും വലതുമുള്ള കോണുകൾ, ഈ രണ്ട് വശങ്ങളും തുല്യമായതുകൊണ്ട് ഈ കോണും തുല്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴേ ഇതിൽ നിന്ന് നമുക്ക് ഒരു വസ്തുത മനസ്സിലാക്കാം. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങളുടെ എതിരെയുള്ള കോണല്ലേ ഇത് രണ്ടും? നോക്കിക്കേ, 3 സെന്റിമീറ്റർ എതിരെയുള്ളത്, ഈ 3 സെന്റിമീറ്റർ എതിരെയുള്ള കോണുകൾ തുല്യം. ഇവിടെയും 6 സെന്റിമീറ്ററും ഇവിടെ 6 സെന്റിമീറ്റർ, ഇതിന്റെ എതിരെയുള്ള കോണല്ലേ തുല്യം? ഇതിന്റെ എതിരെയുള്ള കോണല്ലേ? അവ തുല്യമാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമാണ്. പിന്നെ നമ്മള് ഒരു സമപാർശ്വ ത്രികോണത്തില് ഞാൻ മറ്റൊരു ചിത്രം വരയ്ക്കാം. ഒരു സമപാർശ്വ ത്രികോണമാണ് ഞാൻ വരയ്ക്കുന്നത്. വരച്ചിരിക്കും. ABC എന്ന് പേര് കൊടുക്കാം. അപ്പം AB-യുടെ നീളവും AC-യുടെ നീളവും തുല്യമാണ്. അപ്പം A എന്ന മൂലയിൽ നിന്ന് ഞാൻ ഒരു ലംബം വരയ്ക്കാം. ഇത് വരയ്ക്കുന്ന ലംബം. ലംബം എന്ന് പറഞ്ഞാൽ ഇത് നീളം തന്നെയാണ്, ഉന്നതിയാണ്. ഇത് ലംബം വരയ്ക്കുന്നു ഞാൻ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും. എയിൽ നിന്ന് BC-യിലേക്ക്, അതായത് എതിർവശത്തെ ഈ മൂലയിൽ നിന്ന് എതിർവശത്തിലേക്ക് ഞാൻ ഒരു ലംബം വരച്ചിരിക്കുന്നു. ഈ ലംബം വരയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? ഈ ലംബം BC-യുടെ മധ്യബിന്ദുവിലാണ് വന്ന് ചേരുന്നത്. ഞാൻ ഇതിന് D എന്ന് പേര് കൊടുക്കാം. അപ്പം A എന്ന മൂലയിൽ നിന്ന് വരയ്ക്കുന്ന ലംബം BC-യുടെ മധ്യബിന്ദുവിലാണ് വന്ന് ചേരുന്നത്. അതായത് BD-യുടെ നീളവും അപ്പൊ DC-യുടെ നീളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. BD-യുടെ നീളവും DC-യുടെ നീളവും തുല്യമായിരിക്കും. ഇത് മധ്യബിന്ദു ആവുന്നത് കൊണ്ട് BD-യുടെ നീളവും DC-യുടെ നീളവും തുല്യമാണ്. അതായത് ഒരു മൂലയിൽ നിന്ന് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളും തുല്യമായ വശങ്ങൾക്ക് ഇടയിലുള്ള കോണിൽ നിന്ന് എതിർവശത്തിലേക്ക് ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ ആ ലംബം എതിർവശത്തെ തുല്യമായിട്ട് പായിക്കും. ഇതിപ്പോ നമ്മളിത് പേപ്പർ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് നമ്മൾ AD-യിലൂടെ മടക്കുകയാണെങ്കിൽ, പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് ABD, ഇവിടെ നിന്ന് C ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ മടക്കി, മനസ്സിലായി? ഇങ്ങോട്ട് കൊണ്ടുവന്ന് മടക്കിയപ്പോ C എവിടെ വരും? B-യുടെ അടുത്ത് തന്നെ വരും, അല്ലേ? എന്നിട്ട് പേപ്പർ ഒന്ന് പുറത്ത് നോക്കിയാൽ മതി. AD പൊതുവായിട്ടുള്ള വശം. അപ്പം നോക്കുവാണെങ്കിൽ B എന്ന കോണും C എന്ന കോണും എന്തായിട്ട് വരും? തുല്യമായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പൊ B-യുടെയും C-യുടെയും കോണളവുകള് തുല്യമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ അല്ലേ, AB എന്ന വശവും AC എന്ന വശവും തുല്യ നീളമുള്ളവയായതുകൊണ്ട് അവയുടെ എതിരെയുള്ള കോണുകളും തുല്യമാണ്. ഇപ്പം ഞാനിപ്പോ A-യിൽ നിന്നാണ് ലംബം വരച്ചത്. അപ്പൊ BC-യെ സമമായിട്ട് പാകം ചെയ്തു. ഇത് നമുക്ക് എന്താ പറയുക? സമമായിട്ട് പാകം ചെയ്യുക, സമപാകം. അപ്പം തുല്യവശങ്ങൾക്കിടയിലുള്ള കോണിൽ നിന്നാണ്. ഇവിടെ തുല്യമല്ലാത്തൊരു വശമുണ്ട് നമുക്ക്. ഏത് വശമാണ്? ഇത് രണ്ടും തുല്യം അല്ലെ? ഇത് തുല്യമല്ലാത്ത വശമാണ്. അപ്പം തുല്യമായ ഈ രണ്ട് വശങ്ങളുടെ എതിരെ നിന്ന് ഉള്ളിലുള്ള കോണിൽ നിന്ന് നമുക്കൊരു ലംബം വരച്ചാൽ അത് സമഭാഗം ചെയ്യുമോ? ഇല്ല. ഈ നീളവും തുല്യമായിരിക്കില്ല. അപ്പൊ തുല്യമായ വശങ്ങൾക്കിടയിലുള്ള കോണിൽ നിന്ന് മാത്രമേ നമുക്ക് ലംബം വരയ്ക്കാം. മാത്രമല്ല മറ്റു കോണുകളിൽ നിന്നും വരയ്ക്കാമെങ്കിലും തുല്യമായ വശങ്ങൾക്കിടയിലുള്ള കോണിൽ നിന്ന് വരയ്ക്കുമ്പോൾ മാത്രമേ ആ ലംബം എതിർവശത്തെ സമഭാഗം ചെയ്യൂ. അപ്പൊ B-യിൽ നിന്ന് വരയ്ക്കാം.
പക്ഷെ ഇത് രണ്ടും തുല്യമാണോ? ഇല്ല. അതും കൂടെ കാണിച്ചു തരാം. എ ബി സി. അപ്പൊ എയിൽ നിന്ന് വരച്ചു. എന്തുകൊണ്ടാ? ഇത് രണ്ടും തുല്യം ആയതുകൊണ്ട് ഇത് രണ്ടും തുല്യം. അപ്പൊ എയിൽ നിന്ന് വരച്ച ലംബം ബി സിയെ സമഭാഗം ചെയ്യുന്നു. ഇനി ഞാൻ ബിയിൽ നിന്ന് ഒരു ലംബം വരച്ചാലോ, അത് ബി സിയെ സമഭാഗം ചെയ്യുമോ? ഇല്ല. ഈ രണ്ടു വശങ്ങളും തുല്യമല്ലാത്തതുകൊണ്ട്. സിയിൽ നിന്ന് ഞാൻ ഒരു ലംബം വരച്ചോ, സമഭാഗം ചെയ്യുമോ? ഇല്ല. അപ്പം നമുക്ക് ഒരേ ഒരു ലംബ സമഭാഗി മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ലംബങ്ങൾ 3 വരയ്ക്കാമെങ്കിലും ലംബ സമഭാഗി ഒരേ ഒരെണ്ണം മാത്രം. അതായത് തുല്യമായ വശങ്ങൾക്കിടയിലുള്ള കോണിൽ നിന്ന് മാത്രമേ നമുക്ക് ലംബ സമഭാഗി വരയ്ക്കാൻ പറ്റൂ. സമമായിട്ട് ഭാഗിക്കുന്നതുകൊണ്ട് നമുക്ക് എ ഡിയെ നമുക്ക് എന്താ പറയാ? ലംബ സമഭാഗി എന്നും പറയാം. എന്താണ്? ലംബ സമഭാഗി. അപ്പൊ നമ്മളിവിടെ 2 കാര്യങ്ങൾ പഠിച്ചെന്താണ്? ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ത്രികോണത്തെ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. പിന്നെ തുല്യമായ വശങ്ങൾക്കിടയിൽ നിന്നൊരു ലംബം വരച്ചാൽ ആ ലംബം എതിർവശത്തെ സമഭാഗം ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഈ ചിത്രത്തിലെ 3 വശങ്ങളും തുല്യം. 3 വശങ്ങളും തുല്യം. അതായത് ഓരോന്നും 2 സെന്റിമീറ്റർ വീതം എന്നിരിക്കട്ടെ. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണമാണ്. അപ്പൊ ഇവിടെ 3 വശങ്ങളും തുല്യമാണ്. ത്രികോണം എ ബി സിയില് 3 വശങ്ങൾക്കും ഒരേ നീളമാണ്. അപ്പൊ എ ബിയും എ സിയും എന്നീ വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. നമ്മൾ പഠിച്ചു. സമപാർശ്വ ത്രികോണത്തിന്റെ തത്വം വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ബിയും സിയും തുല്യമാണ്. അപ്പം ഇത് രണ്ടും തുല്യമായതുകൊണ്ട് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പൊ ഇവിടെ നമ്മള് എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ എല്ലാ കോണുകളും തുല്യമാവില്ലേ? ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 180. 180നെ 3 കൊണ്ട് തുല്യമായിട്ട് ഭാഗിച്ച എത്ര കിട്ടും? 60 ഡിഗ്രി. അപ്പൊ ഓരോ കോണും എത്ര ഡിഗ്രി വീതം കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 3 വശങ്ങളും തുല്യമായതുകൊണ്ട് ഓരോ കോണും 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഈ ത്രികോണത്തെ 3 വശങ്ങളും തുല്യമായ ത്രികോണത്തെ നമ്മൾ പറയുന്ന പേരാണ് സമഭുജ ത്രികോണം. ഭുജം എന്ന് പറഞ്ഞാൽ വശം. സമഭുജ ത്രികോണം. സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയാം. അപ്പൊ 3 വശവും തുല്യമായ ത്രികോണത്തിനെയാണ് നമ്മൾ എന്താ പറയാ? സമഭുജ ത്രികോണങ്ങൾ. ഇപ്പൊ ഒരു ത്രികോണമേ ഉള്ളൂ. അപ്പൊ ഏതൊരു സമഭുജ ത്രികോണത്തിലും കോണുകളെല്ലാം എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ എത്ര ലംബ സമഭാഗി വരയ്ക്കാൻ പറ്റും? സമപാർശ്വമായപ്പം 3 ഒരേ ഒരു ലംബ സമഭാഗി അല്ലേ? എന്താണ്? സമപാർശ്വമായപ്പം ഒരേ ഒരു ലംബ സമഭാഗി. ഇപ്പൊ ഇവിടെ 3 വശങ്ങളും തുല്യമായതുകൊണ്ട് നമുക്ക് 3 വശത്തേക്കും ലംബ സമഭാജികൾ വരയ്ക്കാം. മനസ്സിലായോ? അപ്പൊ സമപാർശ്വവും നമ്മൾ പഠിച്ച് സമഭുജവും പഠിച്ച്. സമഭുജ ത്രികോണങ്ങൾ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഇതാണ് 4 ചിത്രങ്ങൾ. ചുവടെ വരച്ചിരിക്കുന്ന സമപാർശ്വ ത്രികോണങ്ങളുടെ മറ്റു കോണുകളുടെ അളവുകൾ കണ്ടുകൊണ്ടിരിക്കുക. മറ്റു കോണുകൾ. അപ്പം ഇവിടെ നമുക്ക് ഇത് രണ്ടും തുല്യമാണെന്ന് കാണാൻ കഴിയും. ഇതാണ് ഏറ്റവും നീളം കൂടിയ വശം. ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പൊ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചൂടെ? 3 കോണും കൂടി 180. അപ്പൊ 180ന്ന് 30 30 60 കൂട്ടിയിട്ട് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത കോണിന്റെ അളവ് കിട്ടും. അപ്പൊ നമ്മളിപ്പം ഇതിനൊന്നും പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ പേര് വേണമെങ്കിൽ കൊടുക്കാം, പേര് കൊടുക്കാതെ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ത്രികോണത്തിന് ഞാൻ പേര് കൊടുക്കുന്ന പേര് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ എഴുതാനൊക്കെ എളുപ്പമായി. എ ബി സി. അപ്പൊ എ ബിയും
എ സിയും തുല്യമാണല്ലേ? എ ബിയും എ സിയും തുല്യം. സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങൾ. അപ്പൊ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായി. അപ്പൊ കോണുകൾ എന്ന് പറയുമ്പോൾ ബിയും സിയും ആയിരിക്കും തുല്യം. ഇപ്പൊ ബി 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സി എത്രയായിരിക്കും? 30 തന്നെ ആയിരിക്കും. സി സമം 30. ഇനി നമുക്ക് എ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 180 30 കൂട്ടിയിട്ട് 180 കുറയ്ക്കുക. കോൺ എ സമം 180 മൈനസ് 30 പ്ലസ് 30 സമം 180 മൈനസ് 60. കോൺ എ സമം 120 ഡിഗ്രി. മനസ്സിലായോ? രണ്ടാമത്തെ ചിത്രത്തിൽ പേര് കൊടുത്ത് പി ക്യു ആർ എന്ന് പേര് കൊടുത്തു. ഈ ചിത്രത്തില് പി ക്യുവും പി ആറുമാണ് തുല്യം. പി ക്യുവും പി ആറും തുല്യമായതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള കോൺ ക്യൂവും കോൺ ആറും തുല്യമായിരിക്കും. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് കോൺ പി ആണ്. ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കും? 3 കൂടി 180. 180 40 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 140. ഈ 140 തുല്യമായിട്ട് വരേണ്ട ഒരു ഭാഗിച്ചെടുക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും എത്ര വീതം? 70 ഡിഗ്രി. നമുക്ക് അങ്ങനെ എഴുതാം. കോൺ പി സമം 40 ഡിഗ്രി. പിന്നെ പി ക്യു സമം പി ആർ. അതുകൊണ്ട് എന്തായിരിക്കും? കോൺ ക്യു സമം കോൺ ക്യു സമം കോൺ ആർ സമം 180 മൈനസ് 40/2. മനസ്സിലായോ? 180 40 കുറച്ചാൽ 140. 140/2. അപ്പൊ എത്ര കിട്ടും? 70 ഡിഗ്രി കിട്ടും. അപ്പൊ ഓരോരുത്തരും രണ്ടായിട്ട് ഭാഗിച്ച എന്താണ്? രണ്ട് കോണുകളും തുല്യമായതിനാലാണ് അങ്ങനെ ഭാഗിച്ചത്. അപ്പൊ 180 40 കുറച്ചിട്ട് രണ്ട് തുല്യ ഭാഗങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടായിട്ട് ഭാഗിച്ചു. അപ്പൊ ഓരോന്നും 70 ഡിഗ്രി. അപ്പൊ 70 70 40 3 കൂടി 180. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതിന് ഞാൻ XYZ എന്ന് പേര് കൊടുക്കും. XY. നമുക്ക് ചിത്രത്തിൽ തന്നെ അറിയാം, ഇതാണ് വലിയ വശം അല്ലെ? അപ്പൊ ഇത് രണ്ടുമാണ് തുല്യമായിട്ടുള്ള വശങ്ങൾ. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾ XYയും XZ ആണ്. അപ്പം ഇവയ്ക്കെതിരെയുള്ള കോൺ ഇത് രണ്ടും തുല്യമാണ്. അപ്പം കോൺ എക്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇത് രണ്ട് XYയും XZും തുല്യമായതുകൊണ്ട് നമുക്ക് എഴുതാം കോൺ Z സമം കോൺ Y. ഇതുപോലെ തന്നെ വരും ആൻസർ. കോൺ എക്സ് സമം 100. ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത് രണ്ടും തുല്യമല്ലേ? അപ്പം കോൺ Z സമം കോൺ Y സമം 180 മൈനസ് 100/2. എത്ര? 80. 80/2 സമം 40 ഡിഗ്രി. അപ്പം ഇസഡിന്റെയും വൈയുടെയും അളവ് എത്ര വീതം? 40 വീതം ആയിരിക്കും. മനസ്സിലായോ? നാലാമത്തെ ചിത്രത്തിന് നമുക്ക് LM എന്ന പേര് കൊടുക്കാം. ഇത് മട്ടകോണാണ്. അപ്പൊ കോൺ ഇതിന്റെ അകത്ത് തുല്യവശങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും തുല്യവശം അല്ലേ? അപ്പൊ അവയ്ക്കെതിരെയുള്ള കോണുകൾ വരുമ്പം ഈ രണ്ട് കോണുകളും തുല്യം. കോൺ M സമം 90 ഡിഗ്രി. LM സമം MN. LM സമം MN.
അതുകൊണ്ട് കോൺ എന്നും കോൺ എല്ലും തുല്യം. ഇതെന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ 180 90 കുറച്ചിട്ട് 2 ഭാഗിക്കാം. ഈക്വൽ 180 മൈനസ് 90/2. 180 90 പോയാൽ എത്ര? 90. 90/2 എത്ര? 45 വീതം വരും അല്ലേ? 90/2 45 ഡിഗ്രി. ഓരോ കോണും 45 ഡിഗ്രി വീതമാണ്. മനസ്സിലായോ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യം എക്സാമിനേഷന് വരാറുമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായെന്ന് വരുന്ന ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.